വിദ്യാർത്ഥികളുടെ സ്വതസിദ്ധമായ കഴിവുകളെയും ടാലൻറ്റുകളെയും വളർത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും കരിയർ സംബന്ധമായി അവർക്കൊരു വ്യക്തമായ ദിശാബോധം കൊടുക്കുവാനുമാണ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കേരളത്തിൽ കലോത്സവങ്ങൾ നടക്കുന്നത്. എന്നാൽ സമൂഹത്തിലെ സമസ്ത മണ്ഡലങ്ങളിലും കീഴടക്കൽ ത്വരയോടെ വ്യാപരിക്കുന്ന ചില മത അജണ്ടകൾ കൗമാര കലോത്സവങ്ങളുടെ വേദികളെയും കീഴടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവവും ചില പ്രത്യേക മത അജണ്ടകളുടെ അതിപ്രസരം നിമിത്തം പ്രതിഷേധത്തിലേക്കും വിവാദത്തിലേക്കും നിപതിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്സര ഇനങ്ങളിലെ അറബിക് ഗാനത്തിൻ്റെ പ്രമേയമായി അവതരിപ്പിച്ചത് വയനാടിൻ്റെ ഹൃദയം തുന്നിച്ചേർക്കൂ, ഗാസയോട് കരുണ കാണിക്കൂ എന്ന ആശയമാണ് എന്നതാണ് ഇപ്പോൾ വിവാദത്തിന് കാരണമായിരിക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലയായ വയനാട്ടിൽ 500ഓളം കുടുംബങ്ങളെ ഭൂപരപ്പിൽ നിന്ന് ഇല്ലാതാക്കിയ വയനാട് ദുരന്തത്തെ പരാമർശ വിധേയമാക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഗാസയെ പരാമർശിക്കുമ്പോൾ ഹമാസ് തീവ്രവാദികൾ കൂട്ടക്കുരുതി നടത്തിയ ഇസ്രായേലിലെ സ്ത്രീകളെയും കുട്ടികളെയും ഒഴിവാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അവരോടും കരുണ കാണിക്കേണ്ടതല്ലേ? അതല്ലേ സാർവലൗകിക മാനവികത? ഗാസയോട് കരുണ കാണിക്കണമെന്ന് പ്രചണ്ഡമായി പ്രചരിപ്പിക്കുന്നവർ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഇസ്ലാമിക തീവ്രവാദികളാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ഹൈന്ദവ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് കരുണ കാണിക്കണമെന്ന് പറയാൻ കഴിയാതെ പോകുന്നത്? നൈജീരിയയിലും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇസ്ലാമിക തീവ്രവാദികളാൽ ക്രൂരമായി വധിക്കപ്പെടുന്ന ക്രൈസ്തവ ജനതയോട് കരുണ കാണിക്കണമെന്ന് ഒരു സൂചന പോലും പറയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം വളരെ ലളിതമാണ്. ഈ രണ്ട് ഇടത്തും വേട്ടക്കാർ എന്ന് പറയുന്നത് ഈ അജണ്ടയുമായി ഇറങ്ങിയവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ്. ബംഗ്ലാദേശും നൈജീരിയയും ഒക്കെ സൗകര്യപ്രദമായി മറന്നു കളഞ്ഞിട്ട് സൗകര്യം കിട്ടുന്ന ഇടത്തൊക്കെ ഗാസ ഗാസ എന്ന് കോറസായി അലറുകയാണ് ഈ മനുഷ്യരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടാൽ കേരളത്തിലെ ജനങ്ങൾക്കൊന്നും ഗാസയോട് കരുണ തോന്നുകയില്ല എന്ന് മാത്രമല്ല, കേരള സമൂഹത്തിൽ അത് കടുത്ത വിഭാഗീയത ഉളവാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ആള് കൂടുന്നിടത്തൊക്കെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോടും നൈജീരിയയിലെ ക്രിസ്ത്യാനികളോടും കരുണ കാണിക്കണമെന്ന് ഇവരിൽപ്പെട്ട ആരും പറയുന്നില്ല. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമിക മതങ്ങളുടെ ഐക്യതയാണ് മഹത്വമെന്ന് പാടുമ്പോഴും ബൈബിൾ പാരായണമോ ഗീതാ പാരായണമോ കലോത്സവത്തിൽ ഇല്ല എങ്കിലും ഖുറാൻ പാരായണം ഉണ്ട് എന്നത് ആരും മറന്നു പോകരുത്. അത് പരിധിക്ക് മുകളിൽ ആഘോഷിക്കാൻ ചില മാധ്യമങ്ങൾ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. കൗമാര കലകളുടെ പരിപോഷണത്തിന് വേണ്ടി നടത്തുന്ന ഇത്തരം പരിപാടികളിൽ ചിലരുടെ മാത്രം മത അജണ്ടകൾ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്തോറും പെരുകുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ കേരള വാഴ്സിറ്റി കലോത്സവത്തിന് കലാപാഹ്വാനത്തിൻ്റെ പ്രതീകമായ ഇന്തിഫാദ എന്ന് പേരിട്ടത് തന്നെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. കലോത്സവങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികളിലെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കപ്പെടട്ടെ, അവർ സമൂഹത്തിൽ മൂല്യമുള്ള വ്യക്തിത്വങ്ങളായി മാറട്ടെ. അതിനിടയിൽ അതിൽ മത അജണ്ടകൾ കുത്തിത്തിരുകി ഇരട്ടത്താപ്പുമായി വരുന്ന ആളുകളെ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ കേരളത്തിൻ്റെ മതേതര മൂല്യങ്ങളെ പരിരക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഇതുപോലുള്ള ആളുകൾ ദയവ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുക.